പിടിയിലായ 5 പേരും കടുത്ത വിപ്ലവ ചിന്താഗതിക്കാർ. പരിചയപ്പെട്ടത് സമൂഹ മാധ്യമം വഴി. 11 മാസം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് പ്രതികൾ അതിക്രമം നടത്തുന്നത്. ഇക്കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിനിടെ മനോരഞ്ജൻ പാർലമെന്റിലേക്ക് എത്തിയിരുന്നു. ഇയാൾ തന്നെയാണ് MP-യുടെ PA മുഖാന്തരം സന്ദർശക പാസുകൾ തരപ്പെടുത്തിയത്. നിലവിൽ അമോൾ ഷിൻഡെ, സാഗർ ശർമ്മ, നീലം, മനോരഞ്ജൻ, വിശാൽ ശർമ്മ എന്നീ 5 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ വിശാൽ ശർമ്മയുടെ ഭാര്യയെയും ചോദ്യം ചെയ്തു വരുന്നു. വിശാലിന്റെ സ്വദേശം ഗുരുഗ്രാമാണ്. മറ്റ് 5 പേരും ഡൽഹിയിൽ എത്തിയത് ഡിസംബർ 8 മുതൽ 10 വരെയുള്ള തീയതികൾക്കിടയിൽ. വിശാലിന്റെ ഗുരുഗ്രാമിലെ വീട്ടിലായിരുന്നു ഇവർ 5 പേരും താമസിച്ചത്. നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ UAPക്ക് കീഴിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റിനകത്തേക്ക് അതിക്രമിച്ച് കടക്കൽ, മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കുക, കലാപാഹ്വാനം നടത്തുക, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പ്രതികളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, പ്രതിഷേധങ്ങളോ റാലികളോ ഉൾപ്പെടെയുള്ള മുൻകാല പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയിലും നടപടിയുണ്ടായിരിക്കുന്നു. 7 പേരെ സസ്പെൻഡ് ചെയ്ത് പാർലമെന്റ് സെക്രട്ടേറിയറ്റ് നോട്ടീസ് പുറത്തിറക്കി. ഷൂസുകൾ, ബൂട്ടുകൾ എന്നിവ പരിശോധിച്ചും കർശനമായ ദേഹപരിശോധന നടത്തിയും പാർലമെന്റിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝാ എവിടെയെന്ന് തെരയുകയാണ് പോലീസ്. അധ്യാപകനായ ഇയാൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകൻ കൂടെയാണ്. അതിക്രമ ദൃശ്യങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങൾ വഴി മറ്റൊരു NGOയ്ക്ക് കൂടി അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. നിലവിൽ പോലീസ് ഇയാൾക്കായി രാജ്യവ്യാപക തിരച്ചിൽ നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.